Hello my dear students, എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഫോക്കസ് ചെയ്യുന്നത് CMA ഇന്റർ ലോ ബിസിനസ് ലോസ് ആൻഡ് എത്തിക്സിൽ ഈ ജൂൺ 2025 എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിനുള്ളതാണ്. വീഡിയോയുടെ കണ്ടന്റ് ഇതാണ്. ലോ കാരണം അഗ്രിഗേറ്റ് നഷ്ടപ്പെടുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. എങ്ങനെ നമുക്ക് നല്ലൊരു സേഫ് സോണിൽ കളിച്ച് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ബിസിനസ് ലോ ആൻഡ് എത്തിക്സിൽ നല്ലൊരു മാർക്ക് മേടിക്കുകയും ലോ കാരണം ഈ പറഞ്ഞ നമ്മുടെ ഗ്രൂപ്പ് അല്ലെങ്കിൽ എൻറ്റയർ CMA ഇന്റർ നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാം. ഇനി നമുക്ക് സമയമുണ്ടോ നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും CMA ഇന്റർ കാരണം നമ്മുടെ എക്സാമിനേഷൻ്റെ അഗ്രിഗേറ്റ് പോകില്ല എന്ന് മാത്രമല്ല നല്ലൊരു മാർക്ക് എന്താണ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഈ വീഡിയോ ആണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ സെഷൻ. ഈ വീഡിയോയുടെ ആദ്യമായിട്ട് പറയാനുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് പ്രയോറിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമാണ്. കാരണം മെജോറിറ്റി സ്റ്റുഡൻസിൻ്റെ പ്രശ്നം എന്ന് പറയുമ്പം ലോ അവസാനം പഠിക്കും. എക്സാമിനേഷൻ്റെ ഒരാഴ്ച, രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ എല്ലാം പഠിച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി ഡെയിലി ഷെഡ്യൂൾ ആണെങ്കിൽ എല്ലാം പഠിച്ച് അവസാനം ഒരു ലോ പഠിക്കുന്നു. നമ്മൾ എന്തെങ്കിലും ഒരു ലീസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ടും എന്തായിരിക്കും? ലീസ്റ്റ് തന്നെയായിരിക്കും. കറക്റ്റ് അല്ലേ? എനിക്ക് കാര്യം മനസ്സിലാകാൻ കാരണം സാർ ലോ പേപ്പറാണ് സാർ, ബാക്കിയെല്ലാം പ്രാക്ടിക്കൽ പേപ്പറാണ്. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ടാക്സേഷൻ ലോ പഠിക്കാനില്ലേ? ഉണ്ട്. ടാക്സ് ലോ ഉണ്ട്. നിങ്ങൾക്ക് ഓഡിറ്റിക്കൽ പഠിക്കാനില്ലേ? ഉണ്ട്. SM ഉണ്ട്. എല്ലാം ഉണ്ട്. പിന്നെ എന്തിനാണ് ഈ ലോയ്ക്ക് മാത്രം ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ തിയറി പേപ്പറിനെ മാറ്റി വെക്കുകയാണെങ്കിൽ നിങ്ങൾ എല്ലാം മാറ്റി വെക്കണം. കാരണം അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഉണ്ട്, അതും ലോയാണ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന്റെ തിയറി ഉണ്ട്, അതും നിങ്ങൾക്ക് ലോയാണ്. ഓഡിറ്റിംഗ് തിയറിയാണ്, എല്ലാം തിയറിയാണ്. പിന്നെ വാട്ട് ഈസ് ദ പ്രോബ്ലം വിത്ത് ബിസിനസ് ലോസ് ആൻഡ് എത്തിക്സ് പേപ്പർ? ഇനി അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? ആ പേപ്പറിന് ആദ്യമേ കൊണ്ടുപോയി. കാരണം ആ ഒരു പേപ്പർ ഇല്ലാതെ എന്താ ക്ലിയർ ചെയ്യാൻ പറ്റില്ല. ഇനി ഫൈനലിൽ പോവുകയാണെങ്കിൽ ഇതേ പേപ്പർ തന്നെയുണ്ട്. ഇത് നമ്മുടെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ മാത്രമല്ല, നമ്മളുടെ പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂ, നമ്മുടെ പ്രാക്ടീസ് പോയിന്റ് ഓഫ് വ്യൂ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സംഭവമാണ്. അപ്പോൾ ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ടത് പ്രയോറിറ്റിയിൽ ഏത് പേപ്പറിനെയും കൊണ്ടുവരിക? CMA ഇന്ററിന്റെ ബിസിനസ് ലോസ് ആൻഡ് എത്തിക്സ് എന്നൊരു പേപ്പറിനെ കൊണ്ടുവരിക. അതെങ്ങനെ ഇഷ്ടപ്പെടണം, അതെങ്ങനെ പഠിക്കണം, ഓക്കെ നിങ്ങൾക്ക് താല്പര്യമില്ലാതെ തന്നെ ആയിരിക്കാം, എന്നാലും എന്താണ് അതിനൊന്ന് അവിടെ കൊണ്ടുപോയി വെക്കുക. എവിടെ കൊണ്ടുപോയി വെക്കുക? പ്രയോറിറ്റിയിൽ നമ്മളെ കൊണ്ടുപോയി വെക്കുന്നു. അത്രയും ക്ലിയർ ആണോ? പ്രയോറിറ്റി നമ്മൾ കൊണ്ടുപോയി വെക്കുന്നു. രണ്ടാമത്തെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മുടെ മെറ്റീരിയൽ നമ്മൾ വായിച്ചു കഴിയുമ്പോൾ ചില സമയത്ത് അത് ഒരു പ്രാവശ്യം പോലും വായിക്കാൻ നമുക്ക് താല്പര്യം ഉണ്ടാകില്ല. ഒന്നെങ്കിൽ മെറ്റീരിയലോ അല്ലെങ്കിൽ എന്താണ് നമ്മൾ നോട്ട്സോ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വായിക്കാൻ ശ്രമിക്കുക. ഇപ്പം നമ്മുടെ ക്ലാസ് പർച്ചേസ് നമ്മൾ നോട്ട്സ് കൊടുക്കും. അപ്പോൾ ആ നോട്ട്സ് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും വായിക്കണം. അത് വായിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സെൽഫ് നോട്ട്സ് ഉണ്ടാക്കണം. സാറ് ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയല്ലേ? സാറ് പറയുമ്പോൾ വീഡിയോയിൽ ചുമ്മാ അങ്ങനെ പറയാൻ പറ്റും? എങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും? ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാൻ തീരെ താല്പര്യമില്ലാത്ത ആൾക്കാരിന് എങ്ങനെയെങ്കിലും ഈ ഒരു പേപ്പറിൽ ഒരു 45-50 കിട്ടി പാസ്സാവണം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു പ്രീവിയസ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. വെയിറ്റേജ് അനുസരിച്ച് പഠിച്ചാൽ നമ്മൾക്ക് മാർക്ക് കിട്ടുമോ എന്നൊരു സംഭവം. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആൾറെഡി ചെയ്തതുകൊണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇവിടെ ഐ ബട്ടണിലും ഉണ്ടാകുക. അപ്പോൾ നിങ്ങൾ ആ വീഡിയോസ് ഒന്ന് കാണുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഏതൊക്കെ ചാപ്റ്റേഴ്സിൻ്റെ മെറ്റീരിയൽ കംപ്ലീറ്റ് നമ്മൾ വായിക്കണം, ഏതൊക്കെ ചാപ്റ്റേഴ്സിന് നോട്ട്സ് ആക്കണം എന്ന് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ എന്താണ് നിങ്ങൾക്ക് അവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയും നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ എന്താണ് മെറ്റീരിയൽ നമ്മളൊന്ന് വായിക്കണം, സെൽഫ് നോട്ട്സ് ഉണ്ടാക്കണം. ഇനി നമുക്ക് ഈ ഒരു സെൽഫ് നോട്ട്സ് എന്നൊരു പോയിന്റ് ബേസ് ചെയ്തിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ എങ്ങനെ സെൽഫ് നോട്ട്സ് ഉണ്ടാക്കാം. സെൽഫ് നോട്ട്സ് ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ ഈ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുന്നതും ഭയങ്കര മെനക്കെട്ട് പിടിച്ച പരിപാടി തന്നെയാണ്. ശരിയാണ്, ഒന്ന് ഇരുന്ന് കുത്തിയിരുന്ന്. അപ്പോൾ ഇതിന് നമ്മൾ ആദ്യം, അതായത് ഈ സെൽഫ് നോട്ട്സ് എന്ന് പറയുന്നതിനെ നമ്മളൊരു ഹെഡിങ്ങിലേക്ക് ഇടുകയാണെങ്കിൽ സെൽഫ് നോട്ട്സിൽ ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത്, സെൽഫ് നോട്ട്സ് ഉണ്ടാക്കുന്നതിനേക്കാൾ മുമ്പേ തന്നെ നമ്മൾ കൺസെപ്റ്റ് എല്ലാം ക്ലിയർ ആയെന്ന് ഉറപ്പുവരുത്തുക. ഈ കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയ കൺസെപ്റ്റ് അല്ല, അതിൻ്റെ ട്രൂ പേഴ്സ്പെക്റ്റീവിൽ എന്താണ് നമ്മൾ കൺസെപ്റ്റ് മനസ്സിലായി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമേ നമ്മൾ എഴുതാമുള്ളൂ. സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഏതിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. കാരണം നമ്മൾ സെൽഫ് നോട്ട്സ് എഴുതുമ്പോൾ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കാതെയാണ് എഴുതുന്നതെങ്കിൽ എല്ലാം നമുക്ക് നോട്ട്സിന് ഒരു പകർപ്പായിട്ട് മാറും. ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്? എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു പ്രൊഫഷണൽ എക്സാമിനേഷൻ ഇന്നത് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എല്ലാം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ സെൽഫ് നോട്ട്സ് ഉണ്ടാക്കാൻ ആദ്യമേ കൺസെപ്റ്റ് മനസ്സിലാക്കി അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻസ്, അതിന് നിങ്ങൾക്ക് വെയിറ്റേജിൻ്റെ ആ ഒരു വീഡിയോ ഒക്കെ നിങ്ങളെ സഹായിക്കും. അതിനുശേഷം വേണം തേർഡ് സ്റ്റെപ്പിൽ വേണം നമ്മൾ ഈ നോട്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി.
അത് നമ്മൾ എന്താണ് ഇമ്പോർട്ടൻസ് ബേസ് ചെയ്ത് ഉണ്ടാക്കിയിട്ട് വ്യത്യസ്തമായ രീതിയിൽ ഉണ്ടാക്കുക. എങ്ങനെ ഉണ്ടാക്കുക? ചുമ്മാ കുറേ എഴുതാതെ ഒന്ന് നമ്മൾ എന്താണ് നോട്ട്ബുക്കിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നു. ഓക്കെ, ഒന്നാമത്തത് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ നോട്ട്ബുക്കിൽ മെൻഷൻ ചെയ്യുന്നു. രണ്ടാമത്തത് ഫ്ലോ ചാർട്ട് ആക്കുന്നു. എന്താണ് ഈ ഫ്ലോ ചാർട്ട് എന്ന് പറയുമ്പോൾ? ഇങ്ങനെ ഫുള്ള് പാരഗ്രാഫ് വൈസ് എഴുതാതെ കുറച്ച് കളർഫുള്ളായിട്ട് 1-2 കളറിൻ്റെ പേനയൊക്കെ മേടിച്ചിട്ട് ഇപ്പോഴും പറയും സാറേ അതൊക്കെ ഭയങ്കര മെനക്കേടല്ലേ. നമ്മൾ ലൈഫ് ടൈമിൽ ഒരു പ്രാവശ്യം മാത്രം ചെയ്യുന്ന ഒരു എക്സാമിനേഷനാണ് ഇത്. നിങ്ങൾക്ക് ഈ 1000 ലക്ഷം സാലറി ഒക്കെ നമ്മൾ വേണമെന്ന് പറയുമ്പോൾ അതിനുവേണ്ടി ഒരു 10 രൂപയുടെ 2-3 കളറിന്റെ പേന മേടിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ how it is possible, right? അപ്പോൾ കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ട്. ജയിച്ചു വന്നവരെല്ലാം നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് തന്നെയാണ് വളർന്നിരിക്കുന്നത്. സോ യു ഹാവ് ടു ഡെഡിക്കേറ്റ്, യു ഹാവ് ടു ഡു ദിസ്. സാർ അത് ഇമ്പോർട്ടൻ്റ് ആണോ? ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്ലോ ചാർട്ട് ഇമ്പോർട്ടൻ്റ് ആണോ? ചെറിയ ചെറിയ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് നിങ്ങൾക്ക് എന്താ പറ്റും? സ്റ്റിക്കി നോട്ട്സ് ഉണ്ടാക്കാൻ പറ്റും. സ്റ്റിക്കി നോട്ട്സ് ഇപ്പം നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്, റൂമിൽ നിങ്ങൾക്ക് ഒരു ഇൻഡിവിജ്വൽ റൂം ഉണ്ട്, ഒരു കൺവീനിയൻറ്റ് റൂം ഉണ്ടെങ്കിൽ ക്രിയേറ്റ് ആൻ എൻവിറോൺമെൻറ്റ് ഇൻ ദാറ്റ്. സ്റ്റിക്കി നോട്ട്സ് ഒട്ടിച്ചു വെക്കുക. നിങ്ങൾ എന്താണ് ഡെയിലി നിങ്ങൾ 10 പ്രാവശ്യം ഒരു മിറർ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ മിററിന്റെ സൈഡിൽ ഒട്ടിച്ചു വെക്കുക മെയിൻ സെക്ഷൻസും ഫ്ലോ ചാർട്ടും ഒക്കെ. അപ്പോൾ നിങ്ങൾ അവിടെ വായിക്കാൻ വേണ്ടി അവിടെ പോകണ്ട, പോകുമ്പോൾ വായിച്ചാറേ. അപ്പോൾ ഡെയിലി നിങ്ങൾ ഫോർ എക്സാമ്പിൾ സെക്ഷൻസ് എല്ലാം എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ ചാപ്റ്റേഴ്സിന്റെ പേര് ഏതൊക്കെയാണ്, ഫുൾ ചാപ്റ്റേഴ്സിന്റെ പേര് ഓർഡർ വൈസ് നമുക്കറിയാമോ? നിങ്ങൾക്ക് അറിയാമായിരിക്കും. എന്നാൽ മെജോറിറ്റി സ്റ്റുഡൻസിന് അറിയത്തില്ല. ഇൻഡസ്ട്രിയലോ അതിങ്ങനെ കുറേ കാര്യങ്ങൾ പറയും. നോ, നമ്മൾ എഴുതുമ്പോൾ എന്താണ് വളരെ കൃത്യമായിട്ട് ചാപ്റ്ററിന്റെ പേര് ഓർത്തിരിക്കണം. കാരണം ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇന്ന ചാപ്റ്ററിൽ നിന്നാണ്, ഇന്ന കോൺസെപ്റ്റിൽ നിന്നാണ്, ഇന്ന ചാപ്റ്ററിൽ നിന്നാണ്, ഇന്ന പ്രൊവിഷനിൽ നിന്നാണ്, ഇന്ന സെക്ഷനിൽ നിന്നാണ് വളരെ കൃത്യമായിട്ട് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതുമായിട്ട് ഭയങ്കര ഒരു ബന്ധം വേണം. അതുപോലെ എന്ത് ചെയ്യുക? നിങ്ങൾ പഠിക്കാൻ വേണ്ടി പഠിക്കണ്ട, പോകുമ്പോൾ അത് പഠിച്ചു വിട്ടാരെ. ഫോർ എക്സാമ്പിൾ എന്താ നമ്മൾ പറഞ്ഞിരിക്കുന്നത്? ഒരു ഫ്ലോ ചാർട്ട് ആക്കിയിട്ട് അവിടെ ഒട്ടിച്ചു വിട്ടേക്കുക. കുറേ വീട് ഫുള്ള് റൂം ഫുള്ള് ഫ്ലോ ചാർട്ടാണ്. നിങ്ങൾ CMA അതിന് ശേഷം ആദ്യത്തെ ശമ്പളത്തിന് വീട് ഫുള്ള് പെയിന്റ് അടിച്ചാൽ എന്നാലും പ്രശ്നമില്ലല്ലോ. അപ്പൊ ഇങ്ങനത്തെ ഒട്ടിച്ച ഭയങ്കര അത് ബോറാകും. നോ, ലൈഫ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമല്ല ഈ റൂമിനേക്കാളൊക്കെ. അപ്പൊ നമ്മൾ സ്റ്റിക്കി നോട്ട്സ് ഒട്ടിച്ച് വെക്കുക. അങ്ങനെ നമ്മൾക്ക് എന്താണ് താല്പര്യമില്ലാതെ നമ്മൾ നിർബന്ധിക്കൂലേ? അങ്ങനെ ഞാൻ നിർബന്ധിക്കും. എങ്ങനെ നിർബന്ധിക്കുന്നു? നിങ്ങൾ മിററിന്റെ അവിടെ ഈ സെക്ഷൻസും പ്രൊവിഷൻസും എല്ലാം എഴുതി വെക്കുമ്പോൾ നിങ്ങൾ എന്തായാലും മിററിന്റെ അടുത്ത് പോകണം, അവിടെ നോക്കി പോവും. അങ്ങനെ നോക്കി എന്താണ് നമ്മുടെ മനസ്സിൽ നിന്ന് മായാത്ത രീതിയിൽ എന്താണ് അത് അവിടെ എല്ലാം ഫിക്സ് ആയിട്ടുണ്ടാകും. അപ്പൊ ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ് എന്താണ് നമ്മൾ ചെയ്യുമ്പോൾ സെൽഫ് നോട്ട്സ് എന്ന് പറയുന്നത് വളരെ സക്സസ്ഫുൾ ആകും. നമുക്ക് ആ സബ്ജക്റ്റിനോട് എന്താണ് ഒരു പ്രണയം തോന്നും. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്. അതിനകത്ത് ഈ കൺസെപ്റ്റിനോട് നിങ്ങൾക്ക് വീഡിയോസ് വാച്ച് ചെയ്യാം, നിങ്ങൾക്ക് നോട്ട്സ് ആകാം, നിങ്ങൾ ആരുടെ ക്ലാസ് കേട്ടവരായിരിക്കാം. ഇനി ക്ലാസ് വേണമെങ്കിൽ അതിൻ്റെ അനുസരിച്ച് നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ, നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു കാര്യം ഓർത്ത് വെക്കുക. സെൽഫ് നോട്ട്സ് എഴുതി സാർ 2 മാസം കൊണ്ട് എൻ്റെ എല്ലാ സെൽഫ് നോട്ട്സും കംപ്ലീറ്റ് ആയി. ഓക്കെ, നിങ്ങളുടെ എല്ലാ സെൽഫ് നോട്ട്സും കംപ്ലീറ്റ് ആയി എന്ന് വെച്ചോ. അതിന് നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. സോ 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് റിപ്പീറ്റ് ചെയ്യണം. അത് ഡെയിലി റിപ്പീറ്റ് ചെയ്ത് അത്രയും നല്ലത്. ഇപ്പം നിങ്ങൾക്കൊരു 1/2 മണിക്കൂർ എടുത്തെന്ന് വെച്ചോ. നിങ്ങളിപ്പോൾ ഫുൾ ടൈം ആയിട്ട് ചെയ്യുന്നവർക്കെല്ലാം പോസിബിൾ ആണ്. പക്ഷെ നമ്മൾ ആൾറെഡി വർക്ക് ചെയ്യുന്നവർക്കും പിന്നെ വേറെ സബ്ജക്റ്റ് പഠിക്കുന്നവർക്കും ഒരു തൽക്കാലം സൈഡായിട്ട് കൊണ്ടുപോകുന്നവർക്കും ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും അങ്ങനെയുള്ളവരെന്താണ് അറ്റ്ലീസ്റ്റ് വീക്ക്ലി എങ്കിലും എന്താണ് ഒന്ന് റിവൈസ് ചെയ്യുക. നമുക്ക് ആ സ്റ്റഡി എൻവിറോൺമെന്റിലേക്ക് നമ്മൾ പോവുക, നല്ലപോലെ റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഇത് സാധാരണ നമ്മൾ പറയാനുള്ളൊരു കോൺസെപ്റ്റ് ആണ്. ഇപ്പം നിങ്ങൾക്ക് എന്താണ് ട്രാവലിംഗ് കൂടുതൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിപ്പോൾ പറയുകയാണ് ഫോർ എക്സാമ്പിൾ സെക്ഷൻ 8 കമ്പനി മീൻസ് ദ ഒബ്ജക്റ്റീവ്സ് ആർ ടു സയൻസ് എന്താണ് കോമേഴ്സ് എന്ന് പറഞ്ഞിങ്ങനെ പറയൂലേ. സോ റെക്കോർഡ് ദ ഓഡിയോ. സാർ ഇതൊക്കെ ചെയ്യണം. നമുക്ക് എത്ര മാർക്ക് കൂടുതൽ കിട്ടിയാലും സന്തോഷമല്ലേ ഉള്ളൂ. ഓക്കെ, റെക്കോർഡ് ദ ഓഡിയോ. നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നിങ്ങൾ എന്താണ് അതിനെ പ്ലേ ചെയ്യുക. ഓക്കെ, അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ചെയ്യുന്നത്. വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ എൻഗേജ് ആകുക എന്ന് പറയുന്നതാണ്. ഒരേ മോഡിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് മൂഡ് മാറിക്കൊണ്ടിരിക്കും. സോ ചേഞ്ച് ദ മൂഡ് ആൻഡ് ദ മൂഡ് വിൽ ആൾസോ ചേഞ്ച്. ഓക്കെ, ദ ലാസ്റ്റ് വൺ നമ്മൾ ആദ്യമേ ഇപ്പം നമ്മളൊരു സീരീസ് ചെയ്യുന്നതുകൊണ്ട് MCQന്റെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? മാക്സിമം MCQ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കുറേ തേർഡ് പാർട്ടി വെബ്സൈറ്റ് ഉണ്ട്, പെയ്ഡാണ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് എന്താണ് MCQ പ്രാക്ടീസ് ചെയ്യുക. ഒരു ദിവസം മൾട്ടിപ്പിൾ ആക്ടിവിറ്റീസ് ചെയ്യുക. 1 മണിക്കൂർ നിങ്ങൾക്ക് ലോ പഠിക്കാനുണ്ടെങ്കിൽ ഒരു 1/2 മണിക്കൂർ ചാപ്റ്റേഴ്സ് വായിക്കുക, അല്ലെങ്കിൽ വീഡിയോസ് കേൾക്കുക, ഒരു 15 മിനിറ്റ് നോട്ട്സ് ആക്കുക, പിന്നെ ഒരു 15 മിനിറ്റ് MCQ എഴുതുക. നിങ്ങളൊരു 15 മിനിറ്റ് MCQ എഴുതാൻ പറയുമ്പോൾ എത്ര MCQ എഴുതാൻ പറ്റും? 30 MCQ എഴുതാൻ പറ്റും. ഇനി നിങ്ങൾക്ക് 80 ദിവസമുണ്ട്. അങ്ങനെ തന്നെ ആക്കി 240 ടൈം നിങ്ങൾ എഴുതും. ഇൻറ്റു ഒരു ഇതിൽ 50 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. എത്രയായി നോക്കിക്കേ, എത്ര MCQs നിങ്ങൾ എത്ര പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പം അങ്ങനെ നമുക്ക് 30 out of 30 നമുക്ക് എന്താണ് ഉറപ്പിക്കാൻ പറ്റും. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ എന്താണ് നമുക്ക് ഈ പ്രാവശ്യത്തെ എക്സാമിനേഷന് ഒരു ഡൗട്ടും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ CMAയുടെ എക്സാമിനേഷൻ ലോ പേപ്പറിൽ നല്ലൊരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും.
ഇതുണ്ടായത് കൊണ്ട് ഗ്രേഡ് നമുക്ക് പോവുകയുമില്ല. അപ്പോൾ നമ്മുടെ സംഭവം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഏതാണ്ടൊക്കെ നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്താണ്, നമ്മൾ ഇനി കേസ് ലോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് അറ്റംപ്റ്റ് ചെയ്യുക, നമ്മളത് ഞാൻ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ ഡയറക്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്യുക. ഇനി MCQ നമ്മൾ ആദ്യം പറഞ്ഞതാണ്, എന്നാലും MCQs എങ്ങനെ നല്ല മാർക്ക് ഒന്നും അറിയത്തില്ല, നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യാം, അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഇനി പർട്ടിക്കുലർ ആയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൺസെപ്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാപ്റ്റേഴ്സിന് ഒരു സെക്ഷനെ കുറിച്ച് നിങ്ങൾക്ക് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിമാൻഡ് ചെയ്താൽ മതി. നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ഇടുവാണെങ്കിൽ ഇതൊക്കെ നമ്മൾ എന്താണ് സ്റ്റുഡൻസ് ഡിമാൻഡ് ചെയ്ത വീഡിയോസ് ആണ് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേപോലെ നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ചാനൽ റൺ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും CMA ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അവർക്ക് CMAക്ക് വേണ്ടി ഒരുപാട് ഇൻഫോർമേഷൻസ് മലയാളത്തിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് നല്ല രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.